ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ നമ്പർ സിസ്റ്റത്തിലെ എക്സൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഓക്കെ, നമുക്കിവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. വാട്ട് ക്യാൻ ദ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ് ബി ഇൻ ദ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഓഫ് ഡെസിമൽ ഈ ഡെസിമൽ എക്സ്പാൻഷൻ്റെ റിപ്പീറ്റിംഗ് ബ്ലോക്കിൽ വരുന്ന നമ്പറുകളുടെ ഡിജിറ്റുകളുടെ എണ്ണം, അതാണ് ചോദ്യം. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. നമ്മൾ സാധാരണ നോർമൽ ഡിവിഷൻ ചെയ്യുന്ന പോലെ ഡിവിഷൻ ചെയ്യാണ് വേണ്ടത്. അതായത് 1/17 17 വരുന്നില്ല, സോ 0 വരും. ഒരു 0 ഇടും, അപ്പം നമ്മളിവിടെ പോയിന്റ് ഇടും. 10 അപ്പോൾ വീണ്ടും ഒരു 0 ഇട്ടു, ഒരു 0 കൂടി ഇട്ടു. 100 17 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 5 ആണ് അവിടെ വരുന്നത്, അപ്പോൾ 5. ഓക്കെ, 7 35ക്ക് 5, ശിഷ്ടം 3 വരും. ഒരു 5 5 3 8 വരും, 85. ഇനി മൈനസ് ചെയ്യാം. 10 5 പോയാൽ 5, ഇവിടെ 9 ആവും. 9 8 പോയാൽ 1. വീണ്ടും ഒരു 0 ഇട്ട് 150, അതിൽ 8 എണ്ണം വരും. 7 8 56ക്ക് 6, ശിഷ്ടം 5. 1 8 8 8 10 3 13. 10 6 പോയാൽ 4, ഇവിടെ 4 ആയിരിക്കും. 4 3 പോയാൽ 1. ഓക്കെ, വീണ്ടും ഒരു 0 ഇട്ട് കൊടുത്തു 140, അതിൽ വീണ്ടും 8 എണ്ണം, അത് 136 തന്നെയാണ്. 10 6 പോയാൽ 4, ഒരു 0 ഇട്ട് കൊടുത്തു. അടുത്തത് 40 2 എണ്ണം വരും. ഒരു 7 14ക്ക് 4, ഇഷ്ടം 1 2 1 3 34. അപ്പോൾ ഇവിടെ 60 വരും. 40 34 പോയാൽ 60 10 4 പോയാൽ 6. ദെൻ 60 3 എണ്ണമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 3 2 കഴിഞ്ഞാൽ 3 അല്ലേ. ഓക്കെ, 7 3 21ക്ക് 1, ശിഷ്ടം 2 വരും. ഒരു 3 3 3 2 5. 10 1 പോയാൽ 9, ഇങ്ങോട്ട് എഴുതി ഞാൻ കേട്ടോ. 10 1 പോയാൽ 9, ഇവിടെ 5 5 5 പോയാൽ 0, ഒരു 0 ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി 5 എണ്ണം, 3 കഴിഞ്ഞിട്ട് 5 എണ്ണമാണ് വരുന്നുള്ളത്. മൾട്ടിപ്ലൈ ചെയ്യാം. 5 35ക്ക് 5, ശിഷ്ടം 3 വരും. 5 3 8 85. 90 85 പോയാൽ 5 ഉണ്ടാവും, ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. ദെൻ 2 എണ്ണം വരും. 2 എണ്ണം വരുമ്പോൾ എത്രയാ? 34. ഓക്കെ, 10 4 പോയാൽ 6 കിട്ടും. ഇവിടെ 5 ആണെന്നില്ല, 4 ആവും. 4 3 പോയാൽ 1 16, ഒരു 0 കൂടിയും വരും. 160, അതിൽ 9 എണ്ണം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. 9 63ക്ക് 3, 9 63ക്ക് 3, ശിഷ്ടം 6 വരും. 9 9, 9ഉം 6ഉം 15. 10 3 പോയാൽ 7, 5 5 പോയാൽ 0, 70 വരും. 9 കഴിഞ്ഞാൽ പിന്നെ 4, 70 4 എണ്ണം വരുന്നുണ്ട്. 7 4 28, ഇഷ്ടം 2 വരും. ഒരു 4 4, 4ഉം 2ഉം 6. 70 68 പോയാൽ ബാക്കി 2 എന്ന് കിട്ടും. ഓക്കെ, ആ 2 ഞാൻ ഇങ്ങോട്ട് എഴുതി. 68 69 70, ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. 20 ഒരു പ്രാവശ്യമാണുള്ളത്, ഒരു 17 17, 3 കിട്ടും. 30 വീണ്ടും ഒരു പ്രാവശ്യമാണുള്ളത്, ഒരു 17 17. 10 7 പോയാലും 3, ഇവിടെ 2 1 പോയാലും 1 13. ഓക്കെ, ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. 130. 130 7 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ 7 7 49ക്ക് 9, ശിഷ്ടം 4 വരും. ഒരു 7 7 7 3 10 1 11. 10 9 പോയാൽ 1, ഇവിടെ 2 ആവും. 2 1 പോയാൽ 1, അപ്പോൾ 110. ഞാൻ ഇങ്ങോട്ട് എഴുതാണ് 110. ഓക്കെ, 9 1 10, 3 1 1 2 1 3. ഓക്കെ, 110. 110 ഇനി എത്ര ഉണ്ട്? 6 എണ്ണം. ഓക്കെ, 6 42ക്ക് 2, ശിഷ്ടം 4. ഒരാറ് 6, 6ഉം 4ഉം 10. 10 2 പോയാൽ 8. ഇവിടെ 1 ഉള്ളത് ഇപ്പുറത്ത് 0 ആയല്ലോ. 0 - 0 0. ഓക്കെ, ദെൻ ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. 80. 80 4 എണ്ണം. ഓക്കെ, 7 4 28ക്ക് 8, ശിഷ്ടം 2. 7 4 28ക്ക് 8, ശിഷ്ടം 2 വരും. 7 4 28ക്ക് 8, ശിഷ്ടം 2 വരും. ഒരു 4 4, 4 2 6, 68 ആണ് വരുന്നത്. 10 8 പോയാൽ 2, ഇവിടെ ഇനി 7 7 6 പോയാൽ 1, ഒരു 0 കൂടി ഇട്ടു. 120. അതിൽ 7 എണ്ണം വരും. 7 7 49ക്ക് 9, ശിഷ്ടം 4, ഒരു 7 7 3 10 1 11. 120 110 പോയാൽ 1. കണ്ടോ, 1 പറഞ്ഞ ഈ നമ്പറിലോട്ട് തന്നെ എത്തി. പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇവിടെ ഒരു 0 വരും. 10 അപ്പോൾ ഇവിടെ 0, ഇവിടെ നിന്നിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. 100 5 പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് റിപ്പീറ്റിംഗ് ബ്ലോക്ക്, ഈ 7 വരെ. കണ്ടോ,
എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. സോ 16 ഡിജിറ്റുകളുണ്ട്. ആ ഡിജിറ്റുകളാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ദ മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ് ഇൻ ദ ക്വോഷ്യന്റ് ആർ 16. അപ്പോൾ ഇതിൽ എത്ര ഉണ്ട്? 16 ഡിജിറ്റുകളുണ്ട്. ഓക്കെ.